നമസ്കാരം. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അദ്ദേഹം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ജനവിധി തേടുകയാണ് NDA സ്ഥാനാർത്ഥിയായി. അദ്ദേഹത്തെ എല്ലാവർക്കും അറിയാം. സത്യം പറഞ്ഞാൽ അദ്ദേഹം കേന്ദ്രമന്ത്രി ആയതിൽ പിന്നെയാണ് അദ്ദേഹം കൂടുതൽ പോപ്പുലർ ആയത്. അതുവരെ ഒരു നിസ്വാർത്ഥ പ്രവർത്തകനായി ഓർമ്മ വെച്ച നാൾ മുതൽ ഭാരതീയ ജനതാ പാർട്ടിയോട് ഒപ്പം നിന്ന വ്യക്തിത്വമാണ് അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ. കോട്ടയത്തെ, എന്റെ നാട്ടിലെ എല്ലാ പ്രവർത്തകർക്കും രാഷ്ട്രീയക്കാർക്കും ഒക്കെ തന്നെ വളരെ സുപരിചിതനാണ് ജോർജ് കുര്യൻ. അദ്ദേഹം കത്തോലിക്ക സഭാവിശ്വാസിയാണ്. സഭ പലപ്പോഴും വ്യക്തിപരമായി എതിർത്തിട്ടും അദ്ദേഹം ആ ഒരു സ്വത്വം കൈവിടാതെ ആ ദേശീയതയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കാലങ്ങളോളം നിസ്വാർത്ഥ സേവനം നടത്തിയ വ്യക്തിയാണ്. ഉറപ്പാണ് അദ്ദേഹത്തിന് വലിയ സാധ്യതകൾ കാഞ്ഞിരപ്പള്ളിയിൽ കാണുന്നുമുണ്ട്. അപ്പോഴാണ് നോബിൾ മാത്യു എന്ന വ്യക്തി, നോബിൾ മാത്യുവിന് ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, അത് പിന്നീട് BJP ലയിക്കുകയായിരുന്നു. NDAയുടെ ഭാഗമാണ്. തോൽക്കുമെന്നുറപ്പുള്ള ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ താൻ തയ്യാറല്ല. ജോർജ് കുര്യന് രാഷ്ട്രീയം അറിയില്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയ ചരിത്രമില്ല തുടങ്ങിയ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നോബിൾ മാത്യു പറഞ്ഞത്. തീർച്ചയായിട്ടും നോബിൾ മാത്യുവിനോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. താങ്കൾ വള്ളിനിക്കറിട്ട് നടക്കുന്ന കാലത്തെ ദേശീയതയുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തനങ്ങളിൽ തുടക്കം മുതൽ എല്ലാത്തിലൂടെയും യുവമോർച്ചയിലടക്കം പ്രവർത്തിച്ച് കടന്നു വന്നയാളാണ് ജോർജ് കുര്യൻ. അത് വ്യക്തിപരമായി എനിക്കും നന്നായിട്ട് അറിയാം. ഇത്തരത്തിലുള്ള ഈ പടലപ്പിണക്കങ്ങൾ അത് ഒരിക്കലും NDA പോലെ ഒരു കൂട്ടായ്മയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത്തരം ആളുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം NDA സംസ്ഥാന നേതൃത്വത്തിനും ദേശീയ നേതൃത്വത്തിനും നന്നായിട്ട് അറിയാം. നോബിൾ മാത്യുവിനെ പോലെ ഇത്രയും ലോകപരിചയമൊക്കെ ഉണ്ടെന്ന് പറയപ്പെടുന്ന വ്യക്തി ഇത്തരം ബാലിശമായ ആരോപണങ്ങൾ, അദ്ദേഹത്തിന് മത്സരിക്കണമെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് കാഞ്ഞിരപ്പള്ളിയിൽ മത്സരിക്കണമെങ്കിൽ അത് ആവശ്യപ്പെടാമായിരുന്നു. ഇത്തരത്തിൽ പ്രവർത്തിക്കില്ല, അദ്ദേഹത്തിന് രാഷ്ട്രീയ പരിചയമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പാവ മനുഷ്യനെ ഇത്തരത്തിൽ അവഹേളിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ചെയ്യുന്നത് ഒരു രാഷ്ട്രീയ പാപ്പരത്വമാണ്, രാഷ്ട്രീയ അപമര്യാദയാണ് ചെയ്യുന്നത് എന്ന് പറയാതെ വയ്യ. തീർച്ചയായിട്ടും കേരളത്തിൽ അതിശക്തമായ ഒരു സാന്നിധ്യമായി NDA BJP മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ വലിയ സാധ്യതകൾ പല മണ്ഡലങ്ങളിലും കൽപ്പിക്കുന്ന, ചില മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത്, ചില മണ്ഡലങ്ങളിൽ ജയിക്കും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഈ ഒരു സമയത്ത് ഒന്നായി നിൽക്കുന്നതിന് പകരം ഇത്തരം ആരോപണങ്ങൾ, ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മുന്നണിയുടെ അല്ലെങ്കിൽ പാർട്ടിയുടെ ആ ഒരു നൈതികതയെ ചോദ്യം ചെയ്യരുത്. താങ്കൾക്ക് സ്ഥാനമാനങ്ങൾ കിട്ടണമെങ്കിൽ താങ്കൾ വേറെ ഏതെങ്കിലും പാർട്ടിയിൽ പോവുകയാണ് നല്ലത്. ഇവിടെ സ്ഥാനമാനങ്ങൾ വിൽക്കുന്ന, സ്ഥാനാർത്ഥിത്വം വിൽക്കുന്ന പേയ്മെന്റ് സീറ്റുകളോ ഒന്നുമില്ല NDAയിലും BJPയിലും. കൃത്യമായി ഘടകകക്ഷികൾക്കടക്കം എല്ലാം അത് അതിൻ്റെതായ അർഹതപ്പെട്ട അംഗീകാരം കൊടുത്തിട്ടുണ്ട്, അത് കൊടുക്കുകയും ചെയ്യും. ജോർജ് കുര്യനെ തോൽപ്പിക്കാനാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ താങ്കൾക്ക് അത് ഒട്ടും ശുഭകരമായ ഒരു രാഷ്ട്രീയ ഭാവി സമ്മാനിക്കില്ല എന്ന് അഡ്വക്കേറ്റ് നോബിൾ മാത്യുവിനോട് വിനീതമായി അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. താങ്കളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം ഉള്ള എളിമയും സ്നേഹവും ദേശീയതയോടുള്ള കരുതലുമുള്ള വ്യക്തിയാണ് ശ്രീ ജോർജ് കുര്യൻ. അദ്ദേഹത്തെ അതുകൊണ്ടാണ് തിരഞ്ഞു പിടിച്ച് വിളിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കിയത്. അദ്ദേഹം രാഷ്ട്രീയത്തിലൂടെ തന്നെ ദേശീയതയോട് ചേർന്ന് നിന്ന് കാലങ്ങളോളം ജീവിച്ച വ്യക്തിയാണ്, ഇന്നും ജീവിക്കുന്ന വ്യക്തിയാണ്. കൃത്യമായി സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് കേരളത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇത്തരത്തിൽ അപമാനിക്കുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല എന്ന് പ്രിയപ്പെട്ട നോബിൾ മാത്യുവിനോട് ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടിക്കൊള്ളുകയാണ്. കാരണം അതൊരിക്കലും അങ്ങേക്ക് ഗുണം ചെയ്യില്ല, അങ്ങയുടെ രാഷ്ട്രീയ ഭാവിക്കും ഗുണം ചെയ്യില്ല എന്നുകൂടി ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു.